മൈൻഡ് ഇമോഷൻസിൽ രണ്ട് ഗസ്റ്റുകളുണ്ട്. ആദ്യമായിട്ട് കടന്നു വരുന്നത് പോസിറ്റീവ് ഇമോഷൻ ഗസ്റ്റാണ്. ഇത് വരുമ്പോൾ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവും. നമ്മുടെ ചുറ്റുപാടൊക്കെ നമുക്ക് നല്ല അനുകൂലം, നല്ല ഹാപ്പിനെസ് പകർത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കും. രണ്ടാമതായിട്ട് കടന്നു വരിക നെഗറ്റീവ് ഇമോഷൻ ഗസ്റ്റാണ്. അത് വന്നാൽ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. നമ്മളുടെ ഇമോഷൻസ് വളരെ ഹാർഡായിരിക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊന്നും ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ സറൗണ്ട്സിൽ കാണുന്നതൊക്കെ നമുക്ക് ഭയങ്കര അരോചിതമായിരിക്കും. എത്ര മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളായാലും നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ വരും. നമുക്കൊക്കെ സുപരിചിതനായ എലോൺ മസ്ക് ഉണ്ടല്ലോ, അദ്ദേഹത്തിന് മെൻ്റൽ ഡൗൺസ് വന്നിട്ടുണ്ട്. അദ്ദേഹം അതിനൊക്കെ അതിജീവിച്ച് ഉന്നതികളിലേക്ക് പറന്നുയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എബ്രഹാം ലിങ്കൺ, അദ്ദേഹത്തിന് തൻ്റെ ഫിയാൻസിയെ നഷ്ടപ്പെട്ടപ്പോൾ മാസങ്ങളോളം ഡിപ്രസ്ഡ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അതൊരിക്കലും അദ്ദേഹത്തെ അമേരിക്കൻ പ്രസിഡൻ്റ് ആവാൻ വേണ്ടിയിട്ട് തടഞ്ഞു നിർത്തിയിട്ടൊന്നുമില്ലല്ലോ. ഈ നെഗറ്റീവ് ഇമോഷൻസിനൊക്കെ ഒരു പർപ്പസ് ഉണ്ട്. എന്താ വെച്ചാൽ നമ്മളെ ഉണർത്താനുള്ളൊരു വെയ്ക്കപ്പ് കോളാണത്. ആ സിറ്റുവേഷനിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ല. കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ നെഗറ്റീവ് ഇമോഷൻസ് നമ്മുടെ വിജയത്തിന് എത്രത്തോളം പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന്. നമ്മുടെ ബോഡിയിൽ ചെറിയ പെയിൻ വരികയാണ്, അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ശരീരത്തിൽ എന്തോ അരുതാത്തത് നടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ഡോക്ടറെ കണ്ടു, മെഡിസിൻ എടുത്തു. നമുക്ക് ആ വേദന വന്നില്ലെങ്കിൽ നമ്മളെ ശരീരം വരെ അപകടത്തിലായേക്കാം. അതുപോലെ തന്നെയാണ് നെഗറ്റീവ് ഇമോഷൻസും. നമ്മളെ അത് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമായിരിക്കും. പലരും പറഞ്ഞത് കേട്ടിട്ടില്ലേ, ഈ നിമിഷവും കടന്നു പോകും.